ഇപ്പൊ മാധ്യമങ്ങളില്, കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലെ, ദൃശ്യ മാധ്യമങ്ങളിലെ ഒക്കെ വലിയ ചർച്ചയാ. എന്താ ചർച്ച? ഈ പറയുന്ന രാഹുലുമായിട്ടുള്ള വിവാദവും അതിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതിയും അതിന്റെ വിശദാംശങ്ങളും ചർച്ച ചെയ്യുന്നതോടൊപ്പം ഇടയിൽ ഇവർ വലിയ ഒരു ചർച്ച നടത്തുന്നുണ്ട്. എന്താണ്? ഇനിയും രാഹുലിനെ ചുമക്കണോ, അല്ലെങ്കിൽ രാഹുലിനെ ഇനിയും നമ്മൾ ഇതുപോലെ കൊണ്ടു നടക്കണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് രാഹുലിന് മാത്രം ബാധകമാക്കുന്നു, അല്ലെങ്കിൽ രാഹുലിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നു? എന്താണ് ഇതിന്റെ ലോജിക്ക്? എന്താണ് ഇതിന്റെ ധാർമ്മികത? എന്താണ് ഇതിന്റെ കാര്യകാരണങ്ങൾ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം രാഹുലിനെതിരെ ഉയർന്ന ആരോപണമാണ് നിങ്ങൾ ഇത്തരത്തിൽ രാഹുലിനെ മാറ്റി നിർത്തണം, അയാൾ പൊതുപ്രവർത്തന രംഗത്ത് പാടില്ല എന്ന് നിങ്ങൾ പറയുന്നതിനുള്ള കാരണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും രാഹുലിനെ അല്ല ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വ്യക്തികളുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം ഇന്നും ചുമന്ന് തുറക്കുന്ന ഒരുപാടധികം വ്യക്തികളുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്, അല്ലേ? അവരുടെ കാര്യത്തിലൊന്നും നിങ്ങൾ ഈ ചർച്ചകളും നടത്തുന്നത് എവിടെയും കാണുന്നില്ല, അല്ലേ? ശരിയല്ലേ? ഇപ്പോ മുകേഷ് ഉണ്ട്, ഗണേഷ് കുമാർ ഉണ്ട്, AK ശശീന്ദ്രനുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, തോമസ് ഐസക് ഉണ്ട്, KT ജലീലുണ്ട്, പിന്നെ P ശ്രീരാമകൃഷ്ണനുണ്ട്. ഇവരൊക്കെ ഉണ്ട്. ഇതിൽ മുകേഷിന്റെ കാര്യം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. മുകേഷിന്റെ കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ പോലീസ് അന്വേഷണ സംഘം മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതാണ്. ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ പറയുന്നത് എന്താണ്? മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് കുറ്റപത്രം പറയുന്നത്. ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട മുകേഷ് ഇന്നും MLA ആയിട്ട് തുടരുന്നു. ഇവരൊക്കെ ഈ പറയുന്ന മുകേഷും ശ്രീരാമകൃഷ്ണനും KT ജലീലും തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും AK ശശീന്ദ്രനും ഗണേഷ് കുമാറും ഒക്കെ നിലവിൽ കേരളം ചുമക്കുന്നുണ്ടെങ്കിൽ രാഹുലിനെയും ചുമക്കുക തന്നെ വേണം. രാഹുലിനെ മാത്രം മാറ്റി നിർത്തണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ പറയുന്നവരെ ഇവരുടെയൊക്കെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് രാഹുലിനെയൊക്കെ കൊണ്ടു നടക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ ഒന്നും തറവാട് സ്വത്തല്ലാതെ കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്നാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, പൊതുഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നത് കൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തണം എന്ന് പറയുന്നതെങ്കിൽ ആദ്യം മാറ്റി നിർത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള വ്യക്തിയെയാണ്, P ശശിയെയാണ്. ആ P ശശിയെ ആദ്യം മാറ്റി നിർത്തണം. അതിനെതിരെ നിങ്ങൾ ആരും ഒരു ചെറുവിരൽ അനക്കുന്നത് എവിടെയും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ധാർമ്മികതയും നിങ്ങളുടെ ഈ സദാചാര ക്ലാസും സദാചാര ബോധവും നിങ്ങളുടെ ഈ ഉപദേശങ്ങളൊന്നും ഈ പറയുന്ന ശശിയുടെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല, മുകേഷിന്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല, ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല, AK ശശീന്ദ്രന്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല, കടകംപള്ളിയുടെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല, തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല, P ശ്രീരാമകൃഷ്ണന്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആരുടെ കാര്യത്തിലും നിങ്ങളുടെ ധാർമ്മികതയും നിങ്ങളുടെ മൊറാലിറ്റിയും ഒന്നും എവിടെയും കാണാൻ കഴിയുന്നില്ല. പിന്നെ രാഹുലിന് മാത്രമായിട്ട് അങ്ങനെ ഒരു മൊറാലിറ്റിയും ഒരു ധാർമ്മികതയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും ഇല്ലെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ രാഹുലിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന യുവതിക്കില്ലാത്ത ധാർമ്മികത, ആ യുവതിക്കില്ലാത്ത മൊറാലിറ്റി, അത് രാഹുലിനും ആവശ്യമില്ലെന്നേ. കാരണം ആ യുവതി ഭർത്താവ് ഉണ്ടായിരിക്കെ, ഒരു വിവാഹ ബന്ധത്തിൽ ഉണ്ടായിരിക്കെ രാഹുലിനൊപ്പം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ആ ബന്ധത്തിൽ തുടരാൻ ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആ വ്യക്തിക്കില്ലാത്ത മൊറാലിറ്റി, ആ വ്യക്തിക്കില്ലാത്ത ധാർമ്മികത, അത് രാഹുലിന് മാത്രമായിട്ട് ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, അല്ലേ? ആണ്. നിങ്ങൾ പറയുന്നത് ഇത് രണ്ടുപേരുടെ, ഇന്നലെ നമ്മൾ കണ്ടു ഈ കാര്യങ്ങൾ, ഈ സ്ത്രീയുടെ വിവാഹത്തെക്കുറിച്ചും അവരുടെ ഭർത്താവിനെ കുറിച്ചും രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ സ്മൃതി പരുത്തിക്കാട് പറയുന്ന ഒരു ന്യായമേ ഞാൻ കേട്ടു. എന്താണ് സ്മൃതി പരുത്തിക്കാട് പറയുന്നത്? അത് രണ്ട് വ്യക്തികളുടെ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന്. ആ ധാർമ്മികതയും ആ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ധാർമ്മിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ആ ഫ്രീഡം എന്ന് പറയുന്നത്, അത് ഇമ്മോറാലിറ്റിയാണ്. അതിന് ധാർമ്മികതയില്ല, അത് ലോജിക്കില്ല.
മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന ആളുകൾക്കൊന്നുമില്ലാത്ത ബാധ്യതകളും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലും വേണ്ടെന്നേ. അയാളും ഈ പറയുന്ന ബന്ധങ്ങളിലൂടെയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ ബന്ധങ്ങളിൽ വിള്ളൽ വീണപ്പോ രാഹുലിനെ ക്രൂശിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്ന് മാത്രമല്ല, പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാഹുൽ അത് പ്രത്യേകം കോട്ട് ചെയ്തിട്ടുണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലിൽ. ഈ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള പരാതിക്കാരിയായിട്ടുള്ള ആ യുവതി തന്നെ രാഹുലിനോട് പറഞ്ഞത്, താങ്കൾക്കെതിരെ പരാതി കൊടുക്കുവാൻ തന്നെ ചാനൽ മുതലാളി നിർബന്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോ ഇവർക്ക് ഇത്രകാലം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവരെ ആരെയും രാഹുൽ ഗൺ പോയിന്റിൽ നിർത്തി പീഡിപ്പിച്ചിട്ടില്ല. രാഹുൽ ഇവരെ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. യുവതി തന്നെ രാഹുൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഫേസ്ബുക്കിലൂടെ തന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് വന്നതാണ് എന്നുള്ള കാര്യം. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ആർക്കാണ് പിന്നെ ധാർമ്മികതയുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു ധാർമ്മികതയൊന്നുമില്ല. ഈ സമൂഹത്തില് രാഹുൽ മാത്രം വലിയ മാന്യനാവണം, അങ്ങനെ ഒന്നില്ല. രാഹുൽ മാത്രം വലിയ മാന്യത കീപ്പ് ചെയ്യണം, അയാൾ മാത്രം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാകണം, അയാൾ മാത്രം ധാർമ്മികതയും മൊറാലിറ്റിയും ഒക്കെയുള്ള വ്യക്തിയാവണം എന്ന് പറയുന്നതിനെ ഒരു മൊറാലിറ്റിയും ധാർമ്മികതയും ഇല്ല. അത്രയേ ഉള്ളൂ ഈ കാര്യത്തില്. ഇന്നലെ നമ്മൾ കണ്ടു, ശിവൻകുട്ടി വലിയ അന്തസ്സും അഭിമാനവും ഒക്കെ പറഞ്ഞ് രാഹുൽ രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിയുന്നത് ഉടനെ ഒരു നട്ടലുള്ള മാധ്യമപ്രവർത്തകൻ തിരിച്ചു ചോദിക്കുന്നത് ഞാൻ കേട്ടു, അങ്ങനെയെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ച് പറയുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് കുറ്റപത്രം പറയുന്ന മുകേഷിനെതിരെ എന്താണ് നടപടി? മുകേഷ് രാജിവെക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ ഈ പറയുന്ന ശിവൻകുട്ടി പറയുന്ന മറുപടി ഉണ്ട്, ആ കേസിന്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്തേ ശിവൻകുട്ടി അത് അറിയാതെ പോയത്? എന്തുകൊണ്ട് ശിവൻകുട്ടിക്ക് അത് അറിയാതെ പോകുന്നു? ഇനി മുകേഷിന്റെ കാര്യത്തില് ഈ പറയുന്ന ഗോവിന്ദൻ പറഞ്ഞത് എന്താ? കോടതി തീരുമാനിക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം എന്നാണ്. രാഹുലിന്റെ കാര്യത്തിലും കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അയാൾ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ, ധാർമ്മികതയെ കുറിച്ചൊക്കെ അല്ലെ? അതല്ലേ അതിന്റെ മാന്യത. നിങ്ങൾക്ക് പല കുരുപൊട്ടലുകളും ഉണ്ടാകും മാധ്യമ പ്രവർത്തകർക്ക്, സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ട് ആ കുരുപൊട്ടൽ എന്തുകൊണ്ട് അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന നിങ്ങളുടെ ന്യൂസ് റൂമിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട, ക്രൂരമായി ആക്രമിക്കപ്പെട്ട ആ യുവതിയുടെ കാര്യത്തിൽ ഈ പറയുന്ന ധാർമ്മികതയൊന്നും എവിടെയും കാണുന്നില്ല? എന്തായി? അഞ്ജന അനിൽകുമാർ പരാതിയിൽ പറഞ്ഞ ആ യുവാവിനെതിരെയുള്ള, ആ വ്യക്തിക്കെതിരെയുള്ള കേസ് എവിടെ വരെ എത്തി? ആ വ്യക്തിക്കെതിരെ കേസുണ്ടോ? ആ വ്യക്തിയെ കുറിച്ച് എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? എന്താണ് ഇപ്പോ? അതിനെക്കുറിച്ച് ആർക്കും ഒരു വേവലാതികളൊന്നുമില്ലേ? അയാളെ കുറിച്ച്, ആ സ്ഥാപനത്തെ കുറിച്ച്, ആ യുവതിയോട് നീ പരാതി പറയരുത് എന്ന് ആ യുവതിക്ക് ഉപദേശം നൽകിയ ആ സ്ഥാപനത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ലോജിക്ക്? അപ്പോ നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്രിമികടികളും ഉണ്ടാകും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മുകേഷിനില്ലാത്ത, കടകംപള്ളിക്കില്ലാത്ത, തോമസ് ഐസക്കിനില്ലാത്ത, ഗണേഷ് കുമാറിനില്ലാത്ത, AK ശശീന്ദ്രനില്ലാത്ത, പി ശ്രീരാമകൃഷ്ണനില്ലാത്ത, പി ശശിക്കില്ലാത്ത, PK ശശിക്കില്ലാത്ത ഒരു ധാർമ്മികതയും ഒരു ലോജിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അയാൾക്ക് മാത്രമായിട്ട് ഈ സമൂഹത്തിൽ പ്രത്യേക എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോ അയാൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ധാർമ്മികതയോ ഉണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അയാൾക്ക് മാത്രമായിട്ടൊന്നുമില്ല. ഇനി ഇവർക്ക് എല്ലാവർക്കും കൺസിഡറേഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കൺസിഡറേഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ലഭിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് രാഹുലിനെ ഇനിയും ചുമന്നേ മതിയാകൂ, രാഹുലിനെ തലയിൽ വെച്ചേ മതിയാകൂ. ഒരു കാരണവശാലും അയാളെ തലയിൽ നിന്ന് താഴെ ഇറക്കി വെക്കാൻ ഒരു കാരണം നമ്മളെ നിർബന്ധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആദ്യം വിജയന്റെ തലയിൽ നിന്ന് P ശശിയെ എടുത്ത് പുറത്തിടണം. മുകേഷിന് ഈ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് MLA ആയ മുകേഷിനെ MP ആക്കാൻ സ്ഥാനാർത്ഥിയാക്കിയ വ്യക്തികൾ. ആ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയ വ്യക്തികളാണ് ഇവരൊക്കെ. അപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ കാര്യം വരുമ്പോ അവന് വലിയ പ്രിവിലേജുകൾ, അവന്റെ കാര്യം കോടതി തീരുമാനിക്കട്ടെ. ഇനി ഇന്നലെ ശബരിമലയിലെ അയ്യന്റെ പൊന്നു കട്ട കേസ്, ആ കേസിൽ ഇന്നലെ ഗോവിന്ദൻ എന്താ പറഞ്ഞത്?
കോടതി തീരുമാനിക്കുന്നത് വരെ പത്മകുമാർ കുറ്റക്കാരനാവില്ല. അറസ്റ്റ് കൊണ്ട് മാത്രം പത്മകുമാർ കുറ്റക്കാരനെന്ന് പറയാൻ കഴിയില്ലെന്നാ പറഞ്ഞത്. പിന്നെ എന്ത് ധാർമ്മികതയാണോ തനിക്കൊക്കെ ഉള്ളത്? താനൊക്കെ എന്തിനാ ഇങ്ങനെ പട്ടി കുരക്കും പോലെ ചെലച്ചുകൊണ്ടിരിക്കുന്നത്? തന്റെയൊക്കെ ഈ മാധ്യമങ്ങളുടെ അടക്കം നിങ്ങളെ എന്തേ രാഹുലിന് ചുമക്കണോ എന്ന് ചോദിക്കുന്ന നിങ്ങള് പി ശശിയെ ചുമക്കണോ എന്ന് ചോദിക്കാത്തത് കാരണം പി ശശിക്ക് ശമ്പളം കൊടുക്കുന്നത് നികുതി പണത്തിൽ നിന്നാണ്. പി ശശിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നികുതി പണത്തിൽ നിന്നാണ്. മുകേഷിന് കിട്ടുന്നത് നികുതി പണത്തിൽ നിന്നാണ്. കടകംപള്ളിക്കും തോമസ് ഐസക്കിനും പി ശ്രീരാമകൃഷ്ണനും കെ ടി ജലീലിനും ഗണേഷ് കുമാറിനും എ കെ ശശീന്ദ്രനും എല്ലാത്തിനും കിട്ടുന്നത് നികുതി പണത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണ്. ഇവരെയൊന്നും ചുമക്കണോ എന്ന് ചോദിക്കാൻ നിങ്ങളുടെ വായിൽ നാവില്ലേ? എന്താ നിങ്ങളുടെ നാവ് അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയോ? നിങ്ങൾക്കെന്താ രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ഇത്ര വലിയ ശുഷ്കാന്തി? രാഹുലിന് ഞാനൊരു കാര്യം പറയുന്നു, ഇവർക്കൊന്നും ഇല്ലാത്ത ധാർമ്മികത അത് രാഹുലിന് മാത്രമായിട്ട് വേണ്ട എന്നുള്ള കാര്യമാണ്.